മാരിയറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രോബെറി സ്വിസ് റോളിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലൊരു വലിയൊരു ബൗളിലേക്ക് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. വിവോൻ്റെ ക്രീമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാം. 1/2 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് എടുത്ത് വയ്ക്കുക. 3 മുട്ടയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. മുട്ടയുടെ വെള്ള ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ഈ മുട്ടയുടെ വെള്ളയിൽ ചേർത്തിട്ട് നന്നായി സ്റ്റിഫാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. അത് മാറ്റി വയ്ക്കുക. മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിലേക്ക് പകുതി പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെള്ളത്തിന് പകരം പാല് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് അരിച്ച് ആഡ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഈ മുട്ടയുടെ വെള്ളം നന്നായി സ്റ്റിഫാവുന്ന വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ബാക്കി ഭാഗം ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ടും കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരേ സൈഡിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം വിസ്ക് മാറ്റിയിട്ട് നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് വളരെ പതുക്കെ തന്നെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ച് ഒരു ഡ്രോപ്പ് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ട്രേയിലേക്ക് വേണം നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ബട്ടർ പേപ്പർ വിരിച്ച ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മിക്സിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണെങ്കിൽ എല്ലാ കേക്ക്സും നന്നായി തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് നമുക്ക് കിട്ടും. 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. ട്രേയിലേക്ക് മാവ് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും മാവ് എത്തിക്കുക. അതുപോലെ തന്നെ ഒരു ഈർക്കലോ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ട്രേയുടെ അടിഭാഗത്ത് മുട്ടത്തക്ക രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക. ഒരേപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടും അതുപോലെ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം പുരട്ടിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം ചെറു ചൂടോടുകൂടെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ക്രീമിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ എസൻസ് 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. മുകൾ ഭാഗം അടിയിൽ ആകത്തക്ക രീതിയിൽ മറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ മെല്ലെ തന്നെ നമുക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി പരത്തി കൊടുക്കുക. ക്രീമിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷോ അല്ലെങ്കിൽ മറ്റു നട്ട്സുകളോ എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ പീസസ് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ഉള്ളിലേക്ക് ഈ സമയത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത്
ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. മാക്സിമം റോൾസ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ടൈറ്റ് ചെയ്ത് റോൾ ചെയ്യുക. എക്സസ് വരുന്ന ക്രീം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ റോള് ബട്ടർ പേപ്പറിൽ നന്നായി പൊതിഞ്ഞെടുത്തതിന് ശേഷം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ക്രീം പുരട്ടി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തതിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി, ഇതുപോലെ കവർ ചെയ്തെടുക്കാനായിട്ട്. സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 2 അറ്റത്തുള്ള പീസസും കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിനുശേഷം ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നീക്കിയിട്ട് വേണം നല്ല രീതിയിൽ മുറിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു ഡെസേർട്ടാണ് ഇതുപോലത്തെ കേക്ക് റോൾ. അതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് റോൾസുമായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.